ഇനി ഇടവൻ രാശി. ശനി 11ലേക്ക് വന്നു, അതായത് മീനൻ രാശിയിലേക്ക് കടക്കുകയും ആ മീനൻ രാശിയിൽ ഇരുന്നിരുന്ന രാഹു കുംഭത്തിലേക്ക് വരികയും ചെയ്തു, 10ലേക്ക്. പക്ഷെ രാഹു കുംഭത്തിലേക്ക് വരുമ്പോൾ, അതായത് കർമ്മത്തിലാണ് നിൽക്കുന്നത്. ഇത് ഗോചരാവസ്ഥയാണ് കേട്ടോ. അപ്പൊ ആ കർമ്മത്തിൽ രാഹു നിൽക്കുമ്പോൾ ഒച്ചിന്റെ പോലെയാണ് നിൽക്കുക. അപ്പൊ ഇത്ര നാള് നമ്മൾ കർമ്മത്തിലേക്ക് എപ്പോഴും ഓടിയും ചാടിയും ഒക്കെ നടന്നിരുന്ന ആളാണ്. രാവിലെ എണീക്കുന്നു, ജോലി നോക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ തന്നെ മതി, ഇത്തിരി നേരം കൂടി കിടക്കാം, ഉറങ്ങാം എന്നൊക്കെ ഒരു അലസത വരും നമുക്ക്. പിന്നെ അവിടെ ചെന്നിട്ടും കാര്യമില്ല എന്ന് വെച്ചാൽ തടസ്സങ്ങൾ മാത്രമേ ഉള്ളൂ, എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് വീണ്ടും നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ കിടക്കാൻ തോന്നും നമുക്ക്. അലസത ഉണ്ടാക്കുന്ന ഒരു ഗ്രഹമാണ് ശനിയെ. അപ്പൊ ആ അലസത വരുത്താതെ നമ്മൾ നോക്കണം. ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ശനീശ്വരൻ നന്നായിട്ട് നമ്മൾ ഓടിപ്പിക്കും ചെയ്യും, ന്യായത്തിന്റെ പോലെ നമ്മളെ കൂടെ നടത്തും. അപ്പോൾ ഇതിലെപ്പോഴും ചിന്തിക്കേണ്ട ഒരു വിഷയം കർമ്മത്തിൽ ശ്രദ്ധിച്ച് കർമ്മത്തിലൂടെ ഓടുക എന്നുള്ളതാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടവൻ രാശിക്കാർക്ക് ആ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം 2ലേക്ക് മിഥുന രാശിയിലേക്ക് വരും. അപ്പോൾ ഈ ഇടവക്കൂറുകാർക്ക് മിഥുനക്കൂറിലേക്കാണ് വ്യാഴത്തിന്റെ മാറ്റം വന്നത്. ആ മാറ്റത്തിലൂടെ അവർക്ക് 2ാം ഭാവം നിധി, കോശം, ധനം, വാക്കാണ്. ഇവിടെ മിഥുന രാശിയിൽ ബുധന്റെ രാശിയാണ്. ആ ബുധന്റെ രാശിയിൽ വ്യാഴം വരുമ്പോൾ വാക്കുകളൊക്കെ സൂക്ഷിച്ച് അളന്ന് ഒക്കെയാണ് സംസാരിക്കുക. അത് മറ്റുള്ളൊരു അഹങ്കാരമായിട്ട് പറയാം, എന്താ വല്ല അങ്ങനെ ഇങ്ങനെ മാറ്റം വന്നേന്നൊക്കെ പറയാം. എന്നാലും അതൊന്നും നല്ലതാണത്. അപ്പൊ എപ്പോഴും വളരെ ശ്രദ്ധിക്കുക, വാക്കുകൾ വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ധനപരമായിട്ടുള്ള ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ അതും ശ്രദ്ധിക്കണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 10ാം ഭാവത്തിൽ നമുക്ക് രാഹുവാണ് വരുന്നത്. ഈ രാഹു 10ൽ നിൽക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 4ാം ഭാവത്തിലേക്ക് കേതു മാറും. രാഹു 10ൽ വന്നാൽ 4ലേക്ക് കേതു മാറും, ഇടവം കൂറിന്റെ 4ാം ഭാവത്തിൽ. അപ്പൊ കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാവാനും, നമ്മുടെ വാക്കുകളിലൂടെ ഒരു കലഹം ഉണ്ടാക്കാൻ പാടില്ല. അങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി കുടുംബപരമായ കുടുംബക്ഷേത്രം എന്ന് പറയില്ലേ, അതുപോലെ നമ്മുടെ അടിമക്കാവാണെന്ന് പറയുന്നവരുണ്ട് ചില ദേശത്ത്, കുടുംബക്ഷേത്രം എന്ന് പറയുന്നവരുണ്ട്. അപ്പൊ ആ കുടുംബക്ഷേത്രത്തിലെ ദേവതകളെ, പ്രത്യക്ഷ ദേവതകൾ, അതായത് ശൈവമൂർത്തികളായിട്ടുള്ള വീരഭദ്രൻ, കരിങ്കുട്ടി, അങ്ങനെയൊക്കെയാണ് പ്രത്യക്ഷ ദേവതകൾ നമ്മൾ പറയുന്നത്. അപ്പൊ അവരെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ആ നമ്മുടെ ദേവതയ്ക്ക്, നമ്മുടെ കുടുംബക്ഷേത്ര ദേവിക്ക് ഉടുപ്പ് വാങ്ങുക, അതേപോലെ എണ്ണ, തിരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിക്കുകയാണെങ്കിൽ ഇടവം കൂറുകാർക്ക് ഏറ്റവും ഭാഗ്യമുള്ള ഭാവത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കും. അതേപോലെ കുട്ടികൾക്ക് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ആദ്യ തടസ്സങ്ങളുണ്ട്, രാഹു ആണല്ലോ, പക്ഷെ പോവാൻ പറ്റും. രാഹു നമ്മളെ പറഞ്ഞയക്കും. കർമ്മത്തിലാണ് രാഹു നിൽക്കുന്നത്. നമ്മൾ അവിടെ പോയിട്ടും ഇത്തിരി കഷ്ടപ്പാട് ഒക്കെ ഉണ്ടാവും, എന്നാലും നമ്മളെ പറഞ്ഞയക്കും. ശനി 11ലാണ്. അപ്പൊ ലാഭത്തെ തരും. അവിടെ പോയാലും ഇത്തിരി ബുദ്ധിമുട്ടിയാലും ലാഭത്തെ തരുന്നൊരു ഗ്രഹം കൂടി അവിടെയുണ്ട്. ലാഭാധിപനായിരിക്കുന്നത് വ്യാഴം നമുക്കിവിടെ 2ലാണ്. അപ്പൊ അതുകൊണ്ട് കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞോണുള്ള വഴിപാടുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ 1 വർഷം നല്ലൊരു ഫലത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇടവൻ രാശിക്കാർ